നേരത്തെ ഒരു സവർണ ഹിന്ദുത്വം. ആളിപ്പോഴും അതാ കോൺഗ്രസ് ആയി എന്നൊക്കെ പറയണേ ഉള്ളൂ. തുടങ്ങല്ലേ, വാര്യരെ സീറ്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി സീറ്റ് ഇല്ലെങ്കിൽ വാര്യർ നേരത്തെ ചോദ്യത്തിന്റെ ഭാഗമായി പറഞ്ഞ പോലെ അവിടെ തന്നെ നിന്നോണം. അപകടമൊന്നും കാണിക്കരുത്. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മുഴുവൻ എവിടെ വേണമെങ്കിലും മത്സരിക്കാൻ സ്പേസ് തരുന്നൊരു പാർട്ടിയാണ്. ഇനി കേരളത്തിൽ സാധ്യതയില്ലെങ്കിൽ ജയിപ്പിച്ച് എന്താ പറയുക, രാജ്യസഭയിൽ നിന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്നും ജയിപ്പിക്കാനുള്ള MLA-മാരുണ്ടല്ലോ പല സ്ഥലത്തും. അപ്പോൾ അതൊക്കെ നോക്കുക. പിന്നെ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സവർണ ഹിന്ദുത്വത്തിൻ്റെ ഒരു ലേബൽ താങ്കളിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടോ എന്ന് താങ്കൾ ആത്മപരിശോധന നടത്തുക. സന്ദീപ് വാര്യർ ഇതിനൊരു റിപ്ലൈ തരുന്നതിന് ഞാൻ ഉറപ്പായി തരും. നിങ്ങൾക്ക് നിങ്ങളെ ഒന്നുകൂടി ആക്കാൻ വേണ്ടിയില്ല ഞാൻ ഇങ്ങനെ. നോക്കൂ, നിങ്ങൾ എന്തൊരു അഹങ്കാരത്തിന്റെ, ഒരു പുച്ഛത്തിന്റെ, അധിക്ഷേപത്തിന്റെ ഒരു വാക്കുകളല്ലേ ഈ ചെറ്റയുടെ വായിൽ നിന്ന് വന്നത് അല്ലേ? ഇവൻ 2024 പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെ മറുകണ്ഠം ചാടിയ ഒരു പൊളിറ്റിക്കൽ പിമ്പ്. ആ പിമ്പ് പറയുന്ന വാക്കുകളാ, തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ വാക്കുകളാ. സന്ദീപ് വാര്യർക്ക് ഈ പാർട്ടി വേണ്ട വിധത്തിൽ പരിഗണന നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല മത്സരിക്കാനുള്ള സീറ്റും നൽകിയിട്ടുണ്ട്. അവിടെയും നിർത്തിയില്ല. തൃക്കരിപ്പൂരിന്റെ മണ്ണിലേക്ക് ഇറങ്ങി വന്ന സന്ദീപ് വാര്യരെ ഏറ്റെടുത്ത് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രവർത്തകര് കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഒരു കസേര അത് ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. തൃക്കരിപ്പൂരിന്റെ മണ്ണ് മനസ്സിലായില്ലേ? ഈ പൊളിറ്റിക്കൽ പിമ്പൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ചെറ്റക്ക് 2021 തെരഞ്ഞെടുപ്പില് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പില് ഒറ്റപ്പാലത്തിന്റെ മണ്ണില് സീറ്റ് നൽകിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒറ്റപ്പാലത്തെ മണ്ണില് സീറ്റ് നൽകിയ പ്രസ്ഥാനമാ. ആ സീറ്റ് നൽകിയത് ഒരൊറ്റ കാരണം കൊണ്ട്, ഈ ശകുനപ്പിഴക്ക്, ഈ ശനിദശയ്ക്ക് സീറ്റ് നൽകിയ കാരണമാണ് കോൺഗ്രസ് കേരളത്തിൽ UDF എന്ന് 2021 തകർന്നടിയാനുണ്ടായ കാരണം. ഇവനൊരു ശകുനിയാണ്, ഇവനൊരു പിഴയാണ്. മനസ്സിലായില്ലേ? ഇവനൊരു ദോഷമാണ്, ചൊവ്വാ ദോഷം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയുള്ള ദോഷമാണ് ഇവൻ. 2021 UDF അധികാരത്തിൽ വരേണ്ടതായിരുന്നു. ആ അധികാരം നഷ്ടപ്പെടാൻ അമ്പെ തോറ്റ് തുന്നം പാറാനുണ്ടായ കാരണം ഈ ശനിദശയെ ഒറ്റപ്പാലത്ത് മത്സരിപ്പിച്ചു എന്നുള്ളതാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവനെ ഏത് നിമിഷം എടുത്ത് പുറത്തിട്ടോ അന്ന് മുതൽ UDF-ന്, കോൺഗ്രസിന്, മുസ്ലിം ലീഗിന് വലിയ കൃത്യമായ മുന്നേറ്റങ്ങൾ, നല്ല കാലം ആരംഭിക്കുകയായിരുന്നു അല്ലേ? അതല്ലേ സംഭവിച്ചത്? എന്നിട്ട് അവൻ പറയാ സന്ദീപ് വാര്യരുടെ പേരുച്ചരിക്കുവാനുള്ള എന്ത് അർഹതയാ ഈ ചെറ്റക്കുള്ളത്? സന്ദീപ് വാര്യർ സംഘ് പരിവാറുകാരനായിരുന്നു, സന്ദീപ് വാര്യർ BJP-കാരനായിരുന്നു. പക്ഷേ അയാൾ അവിടെ നിന്ന് ഇറങ്ങിയ ആ നിമിഷം മുതൽ അയാളുടെ പ്രവർത്തനങ്ങളും അയാളുടെ വാക്കുകളും അത് നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അയാൾ മുന്നോട്ട് വെക്കുന്ന ആ ഒരു രാഷ്ട്രീയം അത് ഈ ചേർത്ത് പിടിക്കലിൻ്റെ രാഷ്ട്രീയമായി മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. UDF-കാരൻ എന്നുള്ള രീതിയിൽ വലിയ അഭിമാനമുണ്ട്. സന്ദീപ് വാര്യരെ മത്സരിപ്പിച്ചു. സന്ദീപ് വാര്യരെ തൃക്കരിപ്പൂരിലെ CPM-ന്റെ കോട്ട എന്ന് പറയുന്ന തൃക്കരിപ്പൂരിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു. ആ മത്സരത്തില് സന്ദീപ് വാര്യരെ വിജയിപ്പിച്ചു കേരളത്തിന്റെ നിയമസഭയിലേക്ക് അയക്കുകയാണ് UDF-ന്റെ പ്രവർത്തകര്. എടോ സരിനെ, നീയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം അല്ലേ? സന്ദീപ് വാര്യരുടെ കാര്യത്തില് എന്തേ സന്ദീപ് വാര്യർക്ക് ആദ്യഘട്ട ഈ പറയുന്ന സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോ, UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോ പാലക്കാടൊക്കെ ഫുള്ളായി, ബട്ട് സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ചോദിച്ചു എവിടെ സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നു. സന്ദീപ് വാര്യർ രണ്ടാം ഘട്ടത്തിൽ തൃക്കരിപ്പൂരിന്റെ മണ്ണിലേക്ക് പോകുമ്പോ ആ തൃക്കരിപ്പൂരിന്റെ മണ്ണില് CPM-ന്റെ കോട്ടയില് അല്ലേ, ഞാനിങ്ങനെ കുറച്ച് നേരത്തെ മറ്റൊരാളുടെ ഒരു വാക്ക് കേൾക്കുകയായിരുന്നു. അത് അത്ര അയാൾ പറയുന്നത് സന്ദീപ് വാര്യരെ കൊലക്ക് കൊടുത്തതാണ്. സന്ദീപ് വാര്യർക്ക് പാലക്കാട് ജില്ലയിൽ ഏതെങ്കിലും സീറ്റ് നൽകാമായിരുന്നു. സന്ദീപ് വാര്യർക്ക് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ കൊടുക്കാമായിരുന്നു, കോഴിക്കോട് കൊടുക്കാമായിരുന്നു. എന്നിട്ട് സന്ദീപ് വാര്യരെ കൊലക്ക് കൊടുത്തു തൃക്കരിപ്പൂരിന്റെ മണ്ണില്. സന്ദീപ് വാര്യരെ കൊടുത്തത് കൊലക്കല്ല,
സന്ദീപ് വാര്യർ കൊടുത്തത് കേരളത്തിന്റെ നിയമസഭക്കാണ്. കേരളത്തിന്റെ നിയമസഭയുടെ അംഗമായിട്ടാണ് കൊടുത്തത്. തൃക്കരിപ്പൂരിൽ നിന്ന് കൊത്തളങ്ങൾ പൊളിച്ചടുക്കിയിട്ട്, മനസ്സിലായില്ലേ? കൊത്തളങ്ങൾ പൊളിച്ചടുക്കിയിട്ട് തൃക്കരിപ്പൂരിന്റെ മണ്ണിലാണ് സന്ദീപ് വാര്യർക്ക് സീറ്റ് നൽകിയത്. തൃക്കരിപ്പൂരിന്റെ ജനപ്രതിനിധിയായിട്ട് കേരളത്തിന്റെ നിയമസഭയിൽ സന്ദീപ് വാര്യർ MLA, UDFന്റെ MLA അല്ലേ? കൃത്യമായിട്ട് എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ട് സംഘപരിവാറുകാരനായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ പാളയത്തിൽ വന്നു കയറി സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, ചേർത്ത് പിടിക്കലിന്റെ, മതേതരത്വത്തിന്റെ ആശയത്തിലേക്ക്, ആ കടയിലേക്ക് വന്നു കയറിയ സന്ദീപ് വാര്യർക്ക് തൃക്കരിപ്പൂരിന്റെ മണ്ണ് നൽകിയത് ഇരുകൈയും നീട്ടിയുള്ള സ്വീകരണമാണ്. ആ തൃക്കരിപ്പൂരിന്റെ മണ്ണിലാണ് സന്ദീപ് വാര്യരെ വിജയിപ്പിച്ച് കയറ്റിയത്. വലിയ അഭിമാനം തോന്നിയ നിമിഷം അല്ലേ? അയാളുടെ ഭൂതകാലം ചികഞ്ഞുകൊണ്ട് ഇന്നും അയാൾ സവർണ രാഷ്ട്രീയത്തിന്റെ ഉടമയാണെന്ന് പറയാൻ ഉളുപ്പില്ലടോ നിനക്ക്. ഈ പൊളിറ്റിക്കൽ ചെറ്റ, ഈ പൊളിറ്റിക്കൽ പിമ്പ് അധികാരത്തിന് വേണ്ടി, കസേരക്ക് വേണ്ടി അവസരം നൽകിയ, സ്ഥാനമാനങ്ങൾ നൽകിയ, പ്രാതിനിധ്യം നൽകിയ, പരിഗണന നൽകിയ പാർട്ടിയെ തെറി പറഞ്ഞ് മറുകട്ടം ചാടിയ പൊളിറ്റിക്കൽ പിമ്പ് P. സരിൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പിമ്പ്. എന്നിട്ട് അവൻ വന്ന് കിടന്ന് കൊരക്കുക. സന്ദീപ് വാര്യരെ തൃക്കരിപ്പൂരിൽ കൊണ്ടുപോയി നിർത്തിയത്, സ്ഥാനാർത്ഥിയാക്കിയത്, അത് ഈ പറയുന്ന തൃക്കരിപ്പൂര് പിടിച്ചെടുക്കാനാ. അത് പിടിച്ചെടുത്തു. കാസർഗോഡ് വർഷങ്ങൾ അല്ല, പതിറ്റാണ്ടുകളായിട്ട് കോൺഗ്രസിന് ഉണ്ടാവാത്ത MLA സന്ദീപ് വാര്യരിലൂടെ ഇത്തവണ നേടിയെടുത്തു അല്ലേ? ആ സന്ദീപ് വാര്യർക്ക് വേണ്ടി പണിയെടുത്തത് UDFന്റെ പ്രവർത്തകരാ. UDFന്റെ പ്രവർത്തകരെന്ന് പറയുമ്പോൾ സന്ദീപ് വാര്യർ വന്നിറങ്ങിയ നിമിഷം മുതൽ തൃക്കരിപ്പൂരിന്റെ ചരിത്രം ഒന്ന് മാറുകയാ. തൃക്കരിപ്പൂരിൽ CPMന്റെ സ്ഥാനാർത്ഥിയാരായിരുന്നു? VPP മുസ്തഫ. പ്രതികാരങ്ങൾ പലതുണ്ട് എന്ന് പറയാൻ കൃപേഷ് ലാലിനെയും ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടി വീഴ്ത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ VPP മുസ്തഫ അവിടെ ചെന്ന് പ്രസംഗിച്ചത് പൂങ്കുല ചിതറിക്കും പോലെ ചിതറിക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഈ പറയുന്ന മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന് കുരക്കുന്ന VPP മുസ്തഫയെ നീ കേരളത്തിന്റെ നിയമസഭയിൽ പോയി ഇരിക്കണ്ട എന്ന് സന്ദീപ് വാര്യർ മുഖേന നമ്മൾ അങ്ങോട്ട് പറഞ്ഞു അല്ലേ? സന്ദീപ് വാര്യരെ തടഞ്ഞു. തൃക്കരിപ്പൂരിന്റെ മണ്ണില് വോട്ട് ചോദിക്കാൻ വിട്ടില്ല. കള്ള വോട്ടുകൾ ഈ CPMന്റെ ഗ്രാമങ്ങളില്, ബൂത്തുകളില്, അവർക്ക് മേധാവിത്വമുള്ള ബൂത്തുകളില് കള്ള വോട്ടുകൾ നിറച്ചു. എന്നിട്ടും സന്ദീപ് വാര്യർ ഈ തൃക്കരിപ്പൂരിന്റെ മണ്ണിൽ നിന്ന് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എടോ സരിനെ, നീയൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് പ്രസ്ഥാനം വേറെയാണ്. രാഷ്ട്രീയം പറയാം ആർക്കും, രാഷ്ട്രീയം പറയുന്നതിനോടും നമ്മളാരും എതിരല്ല. എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവണം. പക്ഷേ അത് അധിക്ഷേപത്തിൻ്റെ, പരിഹാസത്തിൻ്റെ, ഇവരൊക്കെ ഇടുമ്പോൾ അത് ബർമുഡ, ബാക്കിയുള്ളവരിട്ടാൽ വള്ളി ട്രൗസർ, അത് ശരിയാവില്ലല്ലോ അല്ലേ? ഇപ്പം KK ശൈലജയെ പേരാവൂരിൽ കൊണ്ടു നിർത്തിയപ്പോൾ ഇവറ്റകൾ എന്താ വാദിച്ചത്? ഞങ്ങള് പേരാവൂര് പിടിച്ചെടുക്കാനാ. സന്ദീപ് വാര്യരെ തൃക്കരിപ്പൂരിൽ കൊണ്ടുപോയി നിർത്തിയപ്പോൾ ഇവർ പറഞ്ഞത് അത് കൊലക്ക് കൊടുക്കുകയാ. എന്നിട്ട് ഇപ്പം എന്ത് സംഭവിച്ചു? ആരെയാണ് കൊലക്ക് കൊടുത്തത്? തൃക്കരിപ്പൂരിന്റെ മണ്ണിൽ നിന്ന് സന്ദീപ് വാര്യർ കേരളത്തിന്റെ നിയമസഭയിലേക്ക് നടന്നു കയറുകയാ. ഒരു സത്യപ്രതിജ്ഞ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ നിന്നുള്ള MLA ആണ്, ജനപ്രതിനിധിയാണ്. ഒരു സത്യപ്രതിജ്ഞ എന്ന് പറയുന്ന ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു നടപടിക്രമത്തിന്റെ ബാക്കി മാത്രമേ ഇനി നിലനിൽക്കുന്നുള്ളൂ. അത് മാത്രമേ ബാക്കിയുള്ളൂ. ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചിലരൊക്കെ തോൽക്കണമെന്നും ചിലരൊക്കെ നിർബന്ധമായിട്ടും വിജയിക്കണമെന്നും ആഗ്രഹിച്ച കൂട്ടത്തിൽ, വിജയിക്കണമെന്ന് ആഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് ഈ സന്ദീപ് വാര്യറുണ്ട് അല്ലേ? ഉണ്ടാവണമല്ലോ അല്ലേ? സംഘപരിവാറിന്റെ വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വാസ്തവങ്ങളില്ലാത്ത, അസത്യത്തിന്റെ, യാഥാർത്ഥ്യങ്ങളില്ലാത്ത അധാർമികതയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, മതേതരത്വത്തിന്റെ കടയിലേക്ക് അയാൾ വന്ന് കയറുമ്പോൾ ആ മനുഷ്യൻ വിജയിച്ച് കയറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? കൃത്യമായിട്ട് തൃക്കരിപ്പൂരിന്റെ മണ്ണ്
ആ സന്ദീപ് വാര്യർക്ക് ഒരു വലിയ വിജയം സമ്മാനിച്ചു എന്നുള്ളതിൽ അഭിമാനമുണ്ട്. മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം പോലെ അല്ലേ. ഞാൻ ഇന്നലെ ഇങ്ങനെ കാണുകയായിരുന്നു, സന്ദീപ് വാര്യരുടെ ഡ്രൈവർ ശരത്ത് സന്ദീപ് വാര്യർ സംഘ് പരിവാർ പാളയം വിടുകയാണ് എന്ന് തീരുമാനിച്ചുറപ്പിച്ച നിമിഷം കൂടെ നിന്ന എണ്ണം പറഞ്ഞ ആളുകളിൽ ചിലർ, അതിലൊരാളായിരുന്നു ഈ ശരത്ത്. ആ ശരത്ത് സന്ദീപ് വാര്യരുടെ വിജയപ്രഖ്യാപനത്തിന് ശേഷം സന്ദീപ് വാര്യരെ കണ്ടുമുട്ടുന്ന ഒരു വൈകാരിക നിമിഷമുണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ വൈകാരികതയുടെ നിമിഷങ്ങൾക്ക് സമ്മാനിക്കാൻ UDF-കാരന് സാധിച്ചടോ, മുസ്ലിം ലീഗുകാരന് സാധിച്ചു, കോൺഗ്രസ്സുകാരന് സാധിച്ചു. ഈ സരിനെ പോലെയുള്ള പൊളിറ്റിക്കൽ പിമ്പുകൾ മനസ്സിലാക്കേണ്ടത്, സരിൻ കൃത്യമായിട്ട് മറുകണ്ഠം ചാടിയത് അധികാരം ഒന്നിനു വേണ്ടി മാത്രമായിരുന്നു. അധികാരവും കസേരക്കും വേണ്ടി മാത്രം, അധികാരമെന്ന് പറയുന്ന ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രം മറുകണ്ഠം ചാടിയവൻ, അതല്ലാതെ മറ്റൊന്നുമല്ല സരിൻ. പക്ഷേ അതൊക്കെ അവൻ്റെ പേഴ്സണൽ. പക്ഷേ രാഷ്ട്രീയ പ്രതിരോധങ്ങൾ തീർക്കുമ്പോൾ, ആശയങ്ങളും ആദർശങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും പറയുമ്പോൾ അധിക്ഷേപത്തിൻ്റെ, പരിഹാസത്തിൻ്റെ, പുച്ഛത്തിൻ്റെ ഭാഷയല്ല വേണ്ടത്. അത് ജനം ഏറ്റെടുക്കുകയില്ല, ഉൾക്കൊള്ളുകയില്ല. അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർ CPM-ന്റെ കോട്ടയിൽ ചെന്നുകൊണ്ട് ആ കോട്ട തകർത്ത് തരിപ്പണമാക്കിയത്. ജനമാണ് കോട്ട കെട്ടുന്നത്, ജനമാണ് കോട്ട കെട്ടുന്നത്, പാർട്ടിയല്ല. ആ കോട്ട തകർക്കാനും ജനത്തിനറിയാമെന്നുള്ളതാണ് തൃക്കരിപ്പൂര് നമുക്ക് മുന്നിൽ സാക്ഷ്യം പറയുന്നത്.